കർമ്മനിയമപ്രകാരം ആണ് നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ ഇതൊക്കെയാണ് മനുഷ്യൻ വരാനിരിക്കുന്നത് എന്നുള്ളത് തീരുമാനിക്കപ്പെട്ടിരിക്കുകയാണ്. കാരണം നമ്മളിപ്പോൾ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തൊരു CD എടുത്തിടുകയാണ് നമ്മൾ, അല്ലെങ്കിൽ പെൻഡ്രൈവിൽ നമ്മൾ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് പ്ലേ ചെയ്യുകയാണെങ്കിൽ ആ വീഡിയോ റെക്കോർഡിൽ എന്തൊക്കെയാണോ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ക്രമത്തിലായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത്, ആ ക്രമത്തിലേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ അതേപോലെ നമ്മൾ ഈ ശരീരം എടുത്ത് വരുമ്പോൾ തന്നെ ഈ ശരീരത്തിൽ ഇത്ര വർഷം കഴിയുമ്പോൾ ഇന്ന രോഗം ഉണ്ടാകണം, ഇത്ര ആയുസ്സാണ് ഈ ശരീരത്തിൽ വെച്ചിരിക്കുന്നത്, ഇങ്ങനെ ഒരു നമ്മുടെ ജീനുകളിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് കർമ്മനിയമം പറയുന്നത്. പക്ഷേ ഇതിനെ നമുക്ക് മാറ്റാൻ സാധിക്കും, ഇതിനെ മാറ്റാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ഇപ്പോൾ ഒരു മാവിൻ്റെ വിത്ത് മാങ്ങാണ്ടി നമുക്ക് തരികയാണ്, ഇത് 3 കൊല്ലം കൊണ്ട് കായ്ക്കുന്ന മാവാണ് എന്ന് പറഞ്ഞിട്ട് മാങ്ങാണ്ടി നമുക്ക് തരികയാണ്. ഇത് ശരിയായി നട്ട് ശരിയായി വെള്ളം ഒഴിച്ച് ശരിക്ക് വളം കൊടുത്ത് നല്ല കാലാവസ്ഥയൊക്കെയാണെങ്കിൽ 3-ാം കൊല്ലം കായ്ക്കും. പക്ഷേ നമ്മൾ അതവിടെ കൊണ്ട് നട്ടു, അതിന് വെള്ളം ഒഴിച്ചില്ല, വളം ഇട്ടില്ല, അത് ഉണങ്ങാതെ കിടന്നുകൊണ്ട് എപ്പോഴോ മുളച്ചത്, അതെങ്ങനെയൊക്കെ വളർന്നു വന്നു, അനുകൂലമായ കാലാവസ്ഥ ആയിരുന്നില്ല. അപ്പം അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് 3-ാം കൊല്ലം ഒന്നും കാഴ്ചകളുണ്ട്, 5-ാം കൊല്ലം 10-ാം കൊല്ലം കാഴ്ച കാഴ്ചയില്ലെന്ന് വരാം, അതൊക്കെ സംഭവിക്കാം. അപ്പോൾ ആ പറഞ്ഞ കാര്യം ശരിയായ സാഹചര്യം സംഭവിക്കുകയാണെങ്കിൽ അത് പറഞ്ഞ പോലെ തന്നെ സംഭവിക്കും. അപ്പോൾ അതേപോലെ നമ്മളെല്ലാവരും ശരീരം എടുത്തിരിക്കുന്നത് പ്രാരബ്ധ കർമ്മങ്ങൾ അനുഭവിച്ചു തീർക്കാനാണ്. ഈ അനുഭവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. ആ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന സ്വാതന്ത്ര്യം ഈശ്വരൻ നമുക്ക് തന്നിട്ടുണ്ട്. ഓരോ നിമിഷം ആ സ്വാതന്ത്ര്യം നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ ആ ജ്യോതിഷം പറയുന്നത് എന്താണ്? നിങ്ങൾ പ്രത്യേകിച്ചൊരു പ്രയത്നം ചെയ്തില്ലെങ്കിൽ ഇതാണ് നിങ്ങൾക്ക് വരാനിരിക്കുന്ന ഗതി, ഇതാണ് അനുഭവം, ഇതാണ് ജ്യോതിഷം നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരും. അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് പറയാൻ കഴിയുന്ന ധാരാളം ആചാര്യന്മാർ നമുക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് എത്ര യുക്തിവാദികൾ എത്ര കാലമായിട്ട് എതിർത്തിട്ടും ഈ ഒരു ശാസ്ത്രം ഇന്നും ഭാരതത്തിൽ നിന്ന് അപ്രത്യക്ഷമായി പോകാത്തത്. നമ്മൾ പലതും ഇപ്പോൾ സതി എന്ന് പറയുന്ന ആചാരം ഇന്ന് ഭാരതത്തിൽ പൊതുവായിട്ട് നടക്കുന്നില്ല, ബാലവിവാഹം നടക്കുന്നില്ല, അതൊക്കെ നിന്നുപോയി. കാരണം അതിനൊക്കെ അനാചാരമായിട്ട് ജനങ്ങൾ തന്നെ തിരിച്ചറിഞ്ഞില്ല, അത് ഉപേക്ഷിച്ചു കഴിഞ്ഞു. പക്ഷേ ജ്യോതിഷം ആരും എത്ര വലിയ യുക്തിവാദി പോലും തൻ്റെ വീട്ടിലൊരു കല്യാണം വരുമ്പോഴോ ഒരു ആവശ്യം വരുമ്പോഴോ ഓടിപ്പോയി കാണും, ജ്യോതിഷം രഹസ്യമായിട്ടെങ്കിലും പോയി കാണും. കാരണം അതിലുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെടാതിന് കാരണം കുറേയെങ്കിലും അത് ശരിയായിട്ട് പറയാൻ കഴിയുന്ന ജ്യോതിഷികൾ ഇന്നും ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അത് നമുക്ക് തോന്നും അതിലിപ്പോൾ ഒരു 10 എണ്ണം പറഞ്ഞാൽ 5 എണ്ണം ശരിയാവുമെന്ന് പറയും, അത്ര എന്നൊക്കെ ശരിയാവുള്ളൂ എന്ന് പറയും. എങ്കിൽ പോലും അത് വലിയൊരു കാര്യമാണ്. കാരണം നമുക്കറിയാം ഒരു നാണയം മേളിലേക്ക് ഇട്ടു, അത് തല വീഴുമോ കാല് വീഴുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള സാധ്യത 50-50 50-50 ആണ് എൻ്റെ ചാൻസ്. ഒരു ഡൈസ് ഇടുകയാണ്, പുള്ളിയുള്ള ഡൈസ് ഇടുകയാണ്, നമ്മൾ ചതുരക്കട്ട നമ്മൾ ഇടുകയാണ്. അതിലിപ്പോൾ 1 തൊട്ട് 6 വരെയുള്ള പുള്ളിയുണ്ട്. അപ്പോൾ ഇതിലേത് പുള്ളി വരും, എത്ര നമ്പർ വരും എന്ന് പറയുകയാണെങ്കിൽ അതിൻ്റെ ചാൻസ് വളരെ നമുക്ക് 5-ലൊന്നും 2-ലൊന്നും ചാൻസ് കിട്ടത്തില്ല. അതിൻ്റെ ചാൻസ് വളരെ കുറവാണ്, കൃത്യമായിട്ട് പറയാനുള്ള ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ ഒരു ചതുരക്കട്ട ഇടുക എന്നുള്ള വളരെ ചെറിയൊരു സംഭവത്തിൽ പോലും നമുക്ക് 50% കൃത്യതയോടെ നമുക്ക് പറയാൻ പറ്റുന്നില്ല. മനുഷ്യ ജീവിതത്തിൽ എത്രയോ ഘടകങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുന്നു. ബുദ്ധിശക്തി, ആയുസ്, ബലം, സാഹചര്യങ്ങളെല്ലാം മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അനേകം ഘടകങ്ങളുണ്ട്. ഈ അനേകം ഘടകങ്ങളുള്ള മനുഷ്യ ജീവിതത്തിൽ 50% കൃത്യതയോടെ ഒരു കാര്യം നമുക്ക് പറയാൻ സാധിച്ചാൽ അത് വലിയൊരു വിജയമാണ്. ഈ സംഭാവിത ശാസ്ത്രം നമ്മൾ പഠിക്കുകയാണെങ്കിൽ, സംഭാവിത ശാസ്ത്രം നമ്മൾ അങ്ങനെ വിഷയമായിട്ട് പഠിക്കുകയാണെങ്കിൽ, പ്രോബബിലിറ്റി തിയറി പഠിക്കുകയാണെങ്കിൽ നമുക്കറിയാൻ സാധിക്കും മനുഷ്യ ജീവിതത്തിലൊരു കാര്യം നമുക്ക് അല്പം പ്രവചിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, ശരിയായിട്ട് പ്രവചിക്കാൻ 50% ആക്യുറസിയോട് പ്രവചിക്കാൻ സാധിക്കുന്നത് വലിയൊരു വിജയമായിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ജ്യോതിഷത്തെക്കുറിച്ച് പറയുമ്പോൾ എപ്പോഴും അത് ഇനിയും കൂടുതൽ പഠനം അർഹിക്കുന്ന ഒരു ശാസ്ത്രമായിട്ട് പറയുന്നു. പിന്നെ ശാസ്ത്രം അല്ല എന്നല്ല പറയുന്നു, അത് കൂടുതൽ പഠിക്കപ്പെടേണ്ട ഒരു ശാസ്ത്രമാണ്. അതിനകത്ത് ഒരുപാട് അപചയങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഇനിയും കൂടുതൽ അതിനെ ശുദ്ധീകരിച്ചെടുക്കേണ്ടത്. ഇപ്പം നമ്മളിന്നും ആയുർവേദം പഠിക്കുമ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങൾ ചരകനും ശുശ്രൂഷനും എഴുതുന്ന ഗ്രന്ഥമാണ് പഠിക്കുന്നത്. അതിനുശേഷം എത്രയോ കാലം കഴിഞ്ഞു, ആ ഗവേഷണ സമ്പ്രദായങ്ങളൊക്കെ എത്രയോ മുന്നോട്ട് പോയി കഴിഞ്ഞു. അതൊന്നും നമ്മളതിനകത്ത് ഉപയോഗപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അതേപോലെ ഈ ജ്യോതിഷത്തിനകത്തും ധാരാളം മാറ്റങ്ങൾ ഉൾക്കൊള്ളിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് പഞ്ചാംഗത്തെ പോലുള്ള കാര്യങ്ങൾ നമുക്ക് ഒരു കൃത്യമായ പഞ്ചാംഗം നമുക്ക് ഇന്നും ഇല്ല. ഭാരതം മുഴുവൻ എല്ലാ ഭാഗത്തും അംഗീകരിക്കുന്ന ഒരു പഞ്ചാംഗം നമുക്കില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് വീണ്ടെടുത്ത് കൊണ്ടുവരേണ്ടതുണ്ട്. അങ്ങനെയുള്ള മാറ്റങ്ങൾ അവിടെ ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ജ്യോതിഷത്തിനകത്ത് ഈ ജനജീവിതവുമായിട്ട് ബന്ധപ്പെട്ട, നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട ചില വസ്തുതകൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്.
ചില കാര്യങ്ങൾ ഇപ്പോഴും ശരിയായി സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത് ശാസ്ത്രം നിലനിന്ന് വരുന്നത്. അപ്പോൾ അതിന് സംഭവിക്കാൻ കാരണം അവർ പറയുന്നത്, അതിൻ്റെ ഒരു യുക്തി പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ കർമ്മങ്ങളും ആ കർമ്മങ്ങളുടെയും ഫലങ്ങൾ കൊണ്ടുവരുന്നത് 9 ഗ്രഹദേവതകളാണ് എന്നാണ് പറയുന്നത്. പിന്നെ ദേവത എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്, ഗ്രഹങ്ങളല്ല. ഗ്രഹങ്ങളും ഗ്രഹദേവതയും തമ്മിലുള്ള ഒരു ബന്ധം നമ്മൾ മനസ്സിലാക്കണം. അന്തരീക്ഷത്തിൽ നമ്മൾ ജഡവസ്തുക്കളായിട്ടുള്ള ഗ്രഹങ്ങൾ ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഈ ഗ്രഹങ്ങളുടെ ചലനത്തിന് ഒരു കൃത്യതയുണ്ട്. നമ്മുടെ ക്ലോക്കിൻ്റെ സൂചി തിരിയുന്ന പോലെ കൃത്യമായ ഒരു കാലഘട്ടം കൊണ്ടാണ് ഒരു ഗ്രഹം സൂര്യനെ ചുറ്റി ഒരു പ്രദക്ഷിണം ചെയ്തു വരുന്നത്. അപ്പോൾ ഓരോ ഗ്രഹത്തിൻ്റെയും സഞ്ചാരപഥങ്ങൾ വ്യത്യസ്തങ്ങളാണ്. അപ്പോൾ ഓരോ ഗ്രഹത്തിനും സ്വന്തമായിട്ടുള്ള ഒരു സൈക്കിളുണ്ട്, ഒരു ചാക്രീയ ഗതിയുണ്ട്. അപ്പോൾ ഈ ചാക്രീയ ഗതിയും നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങളും തമ്മിൽ പരസ്പരം ബന്ധപ്പെടുത്തി പറഞ്ഞിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ ഗ്രഹങ്ങളുടെ പേരും ദേവതയുടെ പേരും ഒന്നായിരിക്കുന്നത്. ഇപ്പോൾ ശുക്രൻ എന്ന് പറഞ്ഞൊരു ഗ്രഹമുണ്ട്, ശുക്രൻ എന്ന് പറഞ്ഞൊരു ദേവതയുണ്ട്. ഇത് രണ്ടും നമ്മൾ തിരിച്ചറിയണം. ശുക്രൻ എന്ന് പറയുന്ന ദേവത വേറെയാണ്, ശുക്രൻ്റെ ഗ്രഹം വേറെയാണ്. പക്ഷേ ശുക്രൻ എന്ന് പറയുന്ന ഗ്രഹം നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നതാണ്. അതിൻ്റെ അന്തരീക്ഷത്തിലെ നില നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പം അതിൻ്റെ നില വെച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ ശുക്രൻ എന്ന് പറയുന്ന ദേവതയുടെ സാന്നിധ്യം അല്ല അതിൻ്റെ സ്വാധീനം ഏത് രീതിയിൽ എപ്പോഴുണ്ടാകും എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അങ്ങനെ സാധിക്കുന്ന ഒരു ശാസ്ത്രമാണ് ജ്യോതിഷം. അപ്പോൾ അതാണ് അസ്ട്രോളജിയും അസ്ട്രോണമിയും തമ്മിൽ അന്ന് വേർതിരിവില്ലായിരുന്നു എന്ന് പറഞ്ഞു. അസ്ട്രോളജി ഉണ്ടെങ്കിലേ അസ്ട്രോണമി നമുക്ക് പറയാൻ പറ്റുള്ളൂ. അന്തരീക്ഷത്തിലെ ഗ്രഹങ്ങളെ നേരിട്ട് കണ്ടുകൊണ്ട് അതിൻ്റെ സ്ഥാനം മനസ്സിലാക്കിക്കൊണ്ടാണ് അതുമായിട്ട് ബന്ധപ്പെട്ട ദേവതയുടെ ഫലങ്ങൾ, ആ ദേവതയുടെ സ്വാധീനം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ ഉണ്ടാകും എന്ന് അവർ പറഞ്ഞിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കണം, ഗ്രഹങ്ങളല്ല നമ്മളെ സ്വാധീനിക്കുന്നത്, ഗ്രഹദേവതകളാണ്. ഗ്രഹദേവതകളുടെ ജോലി എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ചെയ്ത കർമ്മത്തിൻ്റെ ഫലം നമുക്ക് കൊണ്ട് തരികയാണ്. ആ കർമ്മങ്ങളെപ്പോൾ ചെയ്യുന്ന ഉടനെ അതിൻ്റെ ഫലം പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടത്തില്ല. ഏത് കർമ്മം ചെയ്താലും അതിന് ഫലം കിട്ടാൻ അല്പം താമസിക്കും. ആ ഫലം 2 തരത്തിലുള്ള ഫലമുണ്ടെന്ന് പറയാറുണ്ട്. എല്ലാ കർമ്മത്തിനും 2 തരത്തിലുള്ള ഫലമുണ്ട്. ഒന്ന് ദൃഷ്ടഫലം, നമുക്ക് അപ്പം തന്നെ കാണാൻ പറ്റുന്നൊരു ഫലം. പിന്നോട്ട് ഒന്ന് അദൃഷ്ടഫലം, നമുക്ക് കാണാൻ പറ്റാത്തൊരു ഫലം.